നമസ്കാരം. നടിയും അവതാരകയുമായ പാർവതി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അടുത്തിടെയായിരുന്നു കിടിലം എന്ന പരിപാടിയുടെ അവതാരകയായിട്ടാണ് പാർവതി തിളങ്ങി നിന്നിരുന്നത്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടിയിലൂടെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി പ്രകടനങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇപ്പോഴിതാ ആ പരിപാടി അവസാനിച്ചു എന്ന് പറയുകയാണ് പാർവതി. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ കുറിപ്പിലൂടെയായിരുന്നു കിടിലം അവസാനിച്ചുവെന്നും അതിന്റെ പിന്നണിയിലും മുന്നിലും ഉണ്ടായിരുന്നവർക്കെല്ലാം നന്ദി പറഞ്ഞും പാർവതി എത്തിയത്. കിടിലത്തെ സ്നേഹിച്ച ഓരോ പ്രേക്ഷകർക്കും നന്ദി. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു വേദിയായിരുന്നു എന്റെ കിടിലം. എന്റെ ചന്ദ്രേച്ചി എന്നും എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെ അല്ലാതെ എന്റെ ചന്ദ്രേച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കുറുമ്പിനും സമാധാനത്തോടെ എന്റെ കൂടെ നിന്നതിന് ചക്കരയുമ്മ. 2 സീസൺ ഒരു ഷോ ചെയ്ത് തീർത്തതിന്റെ അഭിമാനവും സന്തോഷവും എന്നും എന്റെ ഉള്ളിലുണ്ടാകും. എന്റെ റിമി ചേച്ചി, നവ്യ ചേച്ചി, മുകേഷ് ഏട്ടൻ തൊട്ട് എന്റെ ശ്വേത ചേച്ചി, പൂർണിമ ചേച്ചി, രമേശ് ഏട്ട, നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും എന്നും ഉണ്ടാകും. ഒരു തുടക്കക്കാരി എന്ന് പോലും തോന്നിപ്പിക്കാതെ കൂടെ നിർത്തിയതിന് 1000 ഉമ്മകൾ. ഈ അവസരം ഒരുക്കി തന്ന മഴവിൽ ടീം, സതീഷ് ഏട്ട, പൂർണിമ ചേച്ചി, ഫോർമാലിറ്റി ആണെന്നറിയാം. പക്ഷേ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ കിടിലം എനിക്ക് ലഭിക്കുമായിരുന്നില്ല. ഒപ്പം ശ്രീനി ചേട്ട, ജിബി, സുധീഷ്, ടോംസ്, ബിജു ചേട്ട, പ്രൊഡക്ഷൻ ചേച്ചിമാർ എല്ലാവരോടും ഒരുപാട് സ്നേഹം. ബാലുവേട്ട, അച്ചുവേട്ട, എന്റെ 2 അമ്മമാരും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല. നന്ദി. അത്രയും അമേസിംഗ് ആയിരുന്ന ഷോ അവസാനിക്കുകയാണ്. ഇങ്ങനെയൊന്ന് സംഭവിച്ചതിന് എല്ലാത്തിനോടും നന്ദി പറയുകയാണെന്നും പറഞ്ഞാണ് പാർവതി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കിടിലം 3 ഇനി ഉണ്ടാവില്ലേ? ഓൾഡ് ടീം ഇനി വരുമോ? നല്ലൊരു ഷോ നല്ല രീതിയിൽ അവസാനിച്ചു. മുകേഷ്, റിമി ടോമി, നവ്യ, പാർവതി, നിങ്ങൾ വീണ്ടും വരണം. ഒരുപാട് അത്ഭുതപ്പെടുത്തിയ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഷോയിൽ വന്ന എല്ലാവരും ഒരുപാട് ഉയരങ്ങളിലെത്തും. കിടിലം എന്നും മുടങ്ങാതെ കാണുന്നതായിരുന്നു. അവസാനിച്ചു എന്ന് കേട്ടപ്പോൾ സങ്കടമായി. പാർവതിയുടെ കളിച്ചിരിയും കുസൃതിയും നിറഞ്ഞ അവതരണവും വേറെ ഒരു അവതാരകയിലും കണ്ടിട്ടില്ല. പിന്നെ ഇത്രയും നല്ല ജഡ്ജസിനെയും വളരെയധികം മിസ് ചെയ്യും എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ. ഇതിനിടെ പാർവതിയോട് ചോദ്യങ്ങളുമായി എത്തുകയാണ് മറ്റു ചിലർ. കിടിലം പരിപാടി അവസാനിച്ച സ്ഥിതിക്ക് പാർവതി പുതിയ ഏതെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടോ എന്നാണ് മിക്കവരും ചോദിക്കുന്നത്. മാത്രമല്ല ബിഗ് ബോസ് പരിപാടിയിലേക്ക് പാർവതിയും പോകുന്നതായി ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഒടുവിൽ ഒരു ആരാധകന്റെ ചോദ്യത്തിന് നടി വ്യക്തത വരുത്തിയിരിക്കുകയാണിപ്പോൾ. ഏഷ്യാനെറ്റിൽ വരുന്ന ബിഗ് ബോസ് 5ാം സീസൺ പാർവതി ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. നടി ഇല്ലെന്ന് മറുപടി പറയുകയും ചെയ്തു. ഇതോടെ അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് അവസാനമായിരിക്കുകയാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.